വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ശോഭികയിൽ പൊന്നോണം. ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടിലൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിങ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ശോഭിക വെഡ്ഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ്. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931248535 9447338503. ചക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് TVS ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ. ബ്രദേഴ്സ് TVS, പാലുണ്ട, എടക്കര. പ്രിയ പ്രേക്ഷകരെ, വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ. മുണ്ടേരിയിൽ ഫാം തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. INTUCയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി വണ്ടൂരിൽ CITU റാലി നടത്തി. ജൈവവള വിതരണത്തിലെ അഴിമതി ആരോപണം. അമരമ്പലം പഞ്ചായത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഭരണസമിതിയും CPM-ഉം രംഗത്ത്. നിലമ്പൂർ, വണ്ടൂർ മണ്ഡലങ്ങളിലെ വികസന വിഷയങ്ങൾ നിയമസഭയിൽ ചർച്ചയായി. നാടുകാണി പരപ്പനങ്ങാടി പാത നവീകരണം മുടങ്ങിയ വിഷയം ഉയർത്തി ആര്യാടൻ ഷൗക്കത്ത് MLA. വാണിയമ്പലത്തെ റെയിൽവേ മേൽപ്പാല ആവശ്യമുയർത്തി AP അനിൽകുമാർ MLA. വിശദമായ വാർത്തകളിലേക്കാണ്. ആദ്യം മുണ്ടേരിയിൽ നിന്നുമാണ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫാം തൊഴിലാളികൾ മുണ്ടേരി ഫാമിലേക്ക് മാർച്ച് നടത്തി. INTUCയുടെ നേതൃത്വത്തിലാണ് ഫാമിലെ തൊഴിലാളികൾ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഫാം തൊഴിലാളികളുടെ കാഷ്വൽ സർവീസ് പരിഗണിച്ച് ഗ്രേഡ് അനുവദിക്കുക, ഫാം തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്ന 20 കാഷ്വൽ ലീവ് വെട്ടിക്കുറച്ച് 15 എണ്ണമാക്കിയ നടപടി പിൻവലിക്കുക, ഫാം തൊഴിലാളികളെ സബോർഡിനേറ്റ് സർവീസിൽ ഉൾപ്പെടുത്താൻ വേണ്ട നടപടി സ്വീകരിക്കുക, അടിസ്ഥാന ശമ്പളം 35,000 രൂപയിൽ താഴെയുള്ള ഫാം തൊഴിലാളികൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച മുഴുവൻ DA കുടിശ്ശികയും നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക, മെഡിസെപ്പ് പ്രീമിയം കൂട്ടുവാനുള്ള തീരുമാനം ഒഴിവാക്കുക, മെഡിസെപ്പ് ആനുകൂല്യത്തിലെ അപാകത പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് INTUC തൊഴിലാളികൾ പ്രക്ഷോഭം നടത്തിയത്. സെക്രട്ടറി ശ്രീനിവാസൻ സ്വാഗതം പറഞ്ഞു. യൂണിയൻ പ്രസിഡന്റ് അലിയാപ്പു അധ്യക്ഷത വഹിച്ചു. ട്രഷറർ സുരേന്ദ്രൻ P, മുഹമ്മദ് കോയ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് മോഹനൻ S, ഷാജഹാൻ V, കോശി, മിറാഷ് K, മോഹൻദാസ്, ഇന്ദിര E, ജാനു VP എന്നിവർ നേതൃത്വം നൽകി. CITU ഏരിയ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ പലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തി. പലസ്തീൻ ജനത ഒറ്റയ്ക്കല്ല എന്ന ശീർഷകത്തിലാണ് റാലി സംഘടിപ്പിച്ചത്. പലസ്തീൻ ജനത അനുഭവിക്കുന്ന വലിയ ദുരിതങ്ങളൊക്കെ ഇപ്പോൾ വലിയ വാർത്തയാവുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇവർക്ക് പിന്തുണയേകിക്കൊണ്ട് CITU ഏരിയ കോർഡിനേഷൻ കമ്മിറ്റി വണ്ടൂരിൽ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചത്.
പ്രകടനത്തിൽ CITU ഏരിയ സെക്രട്ടറി V. അർജുനൻ, ഏരിയ പ്രസിഡന്റ് KT മുഹമ്മദ് അലി, TK ബഷീർ, P. വിജയൻ, VC ഉണ്ണികൃഷ്ണൻ, P. സജിത്ത്, AP ഫിറോസ്, OP ബിന്ദു, M. സെലീന എന്നിവർ പങ്കെടുത്തു. ജൈവവള വിതരണത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ അമരമ്പലം പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പഞ്ചായത്തിലെ ജൈവവള വിതരണത്തിനെതിരെ അഴിമതി ആരോപിച്ച് UDF രംഗത്തെത്തിയത്. ഇതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഇന്ന് CPM-ഉം പഞ്ചായത്ത് ഭരണസമിതിയും രംഗത്തെത്തിയത്. അഴിമതി ആരോപണത്തിലെ വസ്തുതാ വിരുദ്ധതകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്ന് CPM-ഉം ഭരണസമിതിയും പ്രതികരിച്ചുകൊണ്ട് ഒരു മറുപടി വാർത്താ സമ്മേളനം വിളിച്ചത്. ജൈവവളം അടക്കമുള്ള കാര്യങ്ങളുടെ യൂണിറ്റ് കോസ്റ്റ് നിശ്ചയിക്കുന്നതിനുള്ള ജില്ലാതല സാങ്കേതിക വിദഗ്ധ സമിതി യോഗത്തിന്റെ നടപടിക്കുറിപ്പുകളാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം. ഇതിൽ അധ്യക്ഷത വഹിക്കുന്നത് കുമാരി ശ്രീ ധന്യ IAS ആണ്. അതിലെടുത്ത തീരുമാനമനുസരിച്ച് ഈ ജൈവവളത്തിന് ജൈവ വളക്കൂട്ടിന് 1 കിലോയ്ക്ക് 22 രൂപ വരെ നിശ്ചയിക്കാനുള്ള അധികാരം ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകുന്ന ഒരു ഉത്തരവാണ്. 22 രൂപ നിശ്ചയിക്കുക എന്ന് പറഞ്ഞ അർത്ഥം 30 കിലോ വളത്തിന് 660 രൂപ നിശ്ചയിക്കാം. പക്ഷേ അമരമ്പലത്തെ പഞ്ചായത്ത് ഭരണസമിതിയും കാർഷിക വികസന സമിതിയും ഒക്കെ കഴിഞ്ഞ വർഷം വരെ 9 രൂപ കർഷകരിൽ നിന്നും 9 രൂപ പഞ്ചായത്തും 3 രൂപ കർഷകരും 12 രൂപയാണ് അന്ന് 1 കിലോ വളത്തിന് നിശ്ചയിച്ചത്. ഈ വർഷമുണ്ടായുള്ള ചില പ്രയാസങ്ങൾ കാരണം പെട്ടെന്ന് നേരത്തെ അത് കൊടുക്കാൻ വേണ്ടി നടന്നുള്ള ഇടപെടലുകൾ, സാധനം ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഒക്കെ, അതുപോലെ അതിനുവേണ്ടിയുള്ള പണിക്കാരുടെ എണ്ണം കൂട്ടിയത് എല്ലാം കൂടെ വരുമ്പോൾ ഉൽപാദന ചെലവിൽ ചെറിയ വർധനവ് കൂടി കണക്കാക്കിക്കൊണ്ട് കർഷകരിൽ നിന്ന് 1 രൂപ കൂടിയും പഞ്ചായത്ത് 1 രൂപ കൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് 12 എന്നുള്ള 14 രൂപ 1 കിലോയ്ക്ക് എന്ന രൂപത്തിൽ നിശ്ചയിക്കേണ്ടായി. കഴിഞ്ഞ വർഷം വരെ 1 കിലോ വളത്തിന് 12 രൂപ തോതിൽ 30 കിലോയ്ക്ക് 360 രൂപയായിരുന്നു വാങ്ങിയിരുന്നത്. ഇതിൽ ഉപഭോക്തൃ വിഹിതം 3 രൂപയും സബ്സിഡി 9 രൂപയുമായിരുന്നു. ഇത്തവണ ഇത് 14 രൂപ തോതിൽ 420 രൂപയായി വർദ്ധിപ്പിച്ചു. ഇതിൽ ഗുണഭോക്തൃ വിഹിതം 4 രൂപയും സബ്സിഡി 10 രൂപയുമാണ് അനുവദിച്ചിരുന്നത്. ജൈവ വളക്കൂട്ടിൽ ഉപയോഗിക്കുന്ന ചാണകപ്പൊടി, ആട്ടിൻ കാഷ്ടം തുടങ്ങിയവയ്ക്ക് വില വർദ്ധിച്ചതും ലഭ്യത കുറവുമാണ് ഇതിന് കാരണമായി ഭരണസമിതിയും CPM-ഉം ചൂണ്ടിക്കാണിച്ചത്. കൂടാതെ പഞ്ചായത്തിലെ കാർഷിക വികസന സമിതി അംഗീകരിച്ച വില മാത്രമേ വളക്കൂട്ടിന് വാങ്ങുന്നുള്ളൂവെന്നും പ്രസിഡന്റ് പറഞ്ഞു. കാർഷിക വകുപ്പ് 22 രൂപ വരെ ജൈവ വളക്കൂട്ടിൽ വാങ്ങാമെന്ന് അനുമതി തന്നിരിക്കെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ തന്നെയാണ് ഇവിടെ വളവിതരണം നടത്തിയത് എന്ന് പത്രസമ്മേളനത്തിൽ ഇവർ പറഞ്ഞു. 4 പേർക്ക് ജോലിയും ഈ ഇനത്തിൽ ലഭിക്കുന്നുണ്ട്. ജൈവ വള നിർമ്മാണവുമായി ബന്ധപ്പെട്ട് UDF അംഗങ്ങൾ ഉൾപ്പെടെ അംഗീകരിച്ച വിലയാണ് ഇതെന്നും ഇവർ പറഞ്ഞു. അമരമ്പലത്തെ UDF എക്കാലവും വികസന പ്രവർത്തനങ്ങൾക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും നിലവിൽ പണി പൂർത്തീകരിച്ച പൂക്കോട്ടുംപാടം കാറ്റാടി മലയോര ഹൈവേയിൽ പൂക്കോട്ടുംപാടത്ത് കോൺഗ്രസ് ഓഫീസിന് മുൻപിൽ മാത്രമാണ് 12 മീറ്ററിൽ താഴെ വീതിയുള്ളതെന്നും അങ്ങാടിയിൽ ഉൾപ്പെടെ 15 മീറ്റർ ലഭ്യമാക്കാൻ വേണ്ടി ഭരണസമിതിയും പൊതുപ്രവർത്തകരും ശ്രമിച്ചപ്പോൾ കെട്ടിട ഉടമകളെയും കച്ചവടക്കാരെയും കണ്ട് ഇതിന് തടസ്സം നിൽക്കാൻ വേണ്ടി ശ്രമിച്ചതും UDF ആണെന്നും ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ, വൈസ് പ്രസിഡന്റ് അനിത രാജു, സ്ഥിരം സമിതി അധ്യക്ഷരായ അനീഷ് കവളമുക്കട്ട, അബ്ദുൾ ഹമീദ് ലബ്ബ എന്നിവരും CPM ഏരിയ കമ്മിറ്റി അംഗം VK അനന്തകൃഷ്ണൻ, PT മോഹൻദാസ്, അബു കൊല്ലുടുക, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ P ഉണ്ണികൃഷ്ണൻ, PC നന്ദകുമാർ എന്നിവർ പങ്കെടുത്തു. അവർക്ക് സാധിച്ചില്ല. തൊട്ടടുത്ത ചോക്കാട് പഞ്ചായത്ത് നിലവിൽ 12 മീറ്ററിന് അവർക്ക് എടുക്കാൻ സാധിച്ചു. അപ്പൊ നമ്മളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നല്ല പ്രവർത്തനം ചെയ്യുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ഷന്റെ സമയമായതുകൊണ്ട്
അപ്പൊ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നമുക്കറിയാം. ഇപ്പം അതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ ബോർഡിൽ UDF മെമ്പർമാർക്ക് ഒരു പ്ലസ് കാർഡ് കൊടുത്തുകൊണ്ട് UDFന്റെ നേതാക്കൾ വിട്ടേക്കാണ്. എന്താണ് അജണ്ട എന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ ഈ പ്ലസ് കാർഡ് കാട്ടി വാർത്താ സമ്മേളനം വിളിച്ചേക്കാണ്. അഴിമതി ആരോപണവും അതിൻ്റെ പ്രത്യാരോപണങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെയായി അമരമ്പലം പഞ്ചായത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ വിവാദങ്ങളും ഒക്കെ വലിയ ചർച്ചകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെയായി രാഷ്ട്രീയവും ജനകീയ വിഷയങ്ങളുമൊക്കെ പൊതുമധ്യത്തിൽ ചർച്ചകളായി വരുമെന്ന കാര്യം തീർച്ചയാണ്. തെരഞ്ഞെടുപ്പല്ലേ വരുന്നത്. അന്തർ സംസ്ഥാന പാതയായ കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ പാതയുടെ തകർച്ചയും ഉപരിതല നവീകരണവും ആവശ്യമുയർത്തി നിയമസഭയിൽ ആര്യാടൻ ഷൗക്കത്ത് MLA. പാതിവഴിയിൽ പാതയുടെ നിർമ്മാണം മുടങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്ന് MLA നിയമസഭയിൽ ഉന്നയിച്ചത്. ഏറെക്കാലമായി നിലമ്പൂരിലെ ജനത ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ചോദ്യമാണ് നാടുകാണി പരപ്പനങ്ങാടി പാതയുടെ നവീകരണം എന്തായി എന്നത്. ഇതിൻ്റെ പ്രവർത്തികൾ വലിയ തോതിൽ ആരംഭിച്ചിരുന്നുവെങ്കിലും അതെല്ലാം ഇന്ന് പാതിവഴിയിൽ മുടങ്ങിക്കിടക്കുകയാണ്. ഈ ഒരു പാതയിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചായിരുന്നു ഈ പാത ഉപയോഗിക്കുന്ന യാത്രക്കാരടക്കമുള്ള നിലമ്പൂർ ജനത കണ്ടിരുന്നത്. എന്നാൽ ഈ പാത ഇപ്പോൾ നവീകരണം മുടങ്ങിയതോടുകൂടി യാത്രാ ദുരിതത്തിന് ഒട്ടും പരിഹാരമായിട്ടില്ല. എന്തായാലും ഈ വിഷയം ഇന്ന് നിയമസഭയുടെ ശ്രദ്ധയിൽ ആര്യാടൻ ഷൗക്കത്ത് MLA പെടുത്തി. ദേശീയ പാതയോളം പ്രധാനമായ പാതയാണ് KNG റോഡ്. കഴിഞ്ഞ 10 വർഷമായി ഉപരിതലം നവീകരിക്കാതെ തകർന്നു കിടക്കുകയാണ് ഈ റോഡ്. 2014 ഡിസ്ട്രിക്ട് ഫ്ലാഗ്ഷിപ്പ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി 450 കോടി രൂപ ഭരണാനുമതി ലഭിച്ച നാടുകാണി പരപ്പനങ്ങാടി റോഡിൻ്റെ ഭാഗമായ പാതയുടെ നിർമ്മാണ പ്രവൃത്തി പാതി വഴിയിൽ ഉപേക്ഷിക്കുവാനുള്ള കാരണം വ്യക്തമാക്കാമോ എന്നായിരുന്നു MLAയുടെ നിയമസഭയിലെ ചോദ്യം. ശ്രീ ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തിന്റെ ഡെബ്യൂ ക്വസ്റ്റ്യൻ ആണ്. യെസ് സർ, ദേശീയപാതയെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അന്തർ സംസ്ഥാന പാതയാണ് കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ റോഡ്. കഴിഞ്ഞ 10 വർഷമായി ഇതിന്റെ ഉപരിതലം പുതുക്കാതെ ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുക. ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? മാത്രമല്ല 2014 ഡിസ്ട്രിക്ട് ഫ്ലാഗ്ഷിപ്പ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിന്റെ ഭാഗമായി 450 കോടി രൂപ മുടക്കി ഇതിന്റെ പകുതി ഭാഗം തീർത്തിട്ടുണ്ട്. ബാക്കി പണി പൂർത്തീകരിക്കാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോവുകയാണ് ചെയ്തത്. നാടുകാണി പരപ്പനങ്ങാടി റോഡിന്റെ ഭാഗമായിട്ട് 232 കോടി രൂപയുടെ പണി മാത്രം ചെയ്ത് ഭാഗികമായി ഉപേക്ഷിച്ചു പോയി. ഇത് പൂർത്തീകരിക്കാൻ എന്തെങ്കിലും നടപടിയുണ്ട്? മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും ഗൗരവത്തിൽ പരിശോധിച്ച് മുന്നോട്ടു പോകുമെന്നും പൊതുമരാമത്ത് മന്ത്രി അഡ്വക്കേറ്റ് PM മുഹമ്മദ് റിയാസ് സഭയിൽ ചോദ്യത്തിന് മറുപടി നൽകി. നാടുകാണി പരപ്പനങ്ങാടി പാത വർഷങ്ങൾക്ക് മുമ്പ് അതിന് തുക അനുവദിച്ചതാണ്, പ്രവർത്തികൾ ആരംഭിച്ചതാണ്. ചുരം മേഖലകളിലൊക്കെ അതിൻ്റെ പ്രവർത്തികൾ പൂർത്തീകരിച്ചതാണ്. വിവിധയിടങ്ങളിലൊക്കെ അതിൻ്റെ പ്രവർത്തികൾ ഏറെക്കുറെ പല ഭാഗങ്ങളിലായി നടന്നിരുന്നു. എന്നാൽ മുഴുവൻ ഈ പ്രവർത്തികൾ പൂർത്തീകരിക്കാനും ഇതുവരെ സാധിച്ചിട്ടില്ല. എന്താണ് ഇതിലെ സാങ്കേതിക തടസ്സം, എന്തുകൊണ്ടാണ് പ്രവൃത്തി മുടങ്ങിയത് എന്നൊക്കെ കൃത്യമായി തന്നെ ഒരു വിശദീകരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വാണിയമ്പലം റെയിൽവേ മേൽപ്പാലം അടിയന്തരമായി യാഥാർത്ഥ്യമാക്കണമെന്ന് നിയമസഭയിൽ ആവശ്യപ്പെട്ട് AP അനിൽകുമാർ MLA. സബ്മിഷനിലൂടെയാണ് MLA നാടിൻ്റെ പ്രശ്നം നിയമസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. വലിയ ഒരു ജനകീയ ആവശ്യമായി മാറിയിരിക്കുകയാണ് വാണിയമ്പലത്ത് റെയിൽവേ മേൽപ്പാലം എന്ന കാര്യം. അതിനുവേണ്ടി നിയമസഭയുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം ഇന്ന് AP അനിൽകുമാർ MLA എത്തിച്ചു. സർ, എൻ്റെ നിയോജകമണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന വളരെ പ്രധാനപ്പെട്ട റോഡായ മഞ്ചേരി വണ്ടൂർ കാളികാവ് റോഡിലെ വാണിയമ്പലത്ത് ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയിലുള്ള റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മാണത്തിന് ശ്രീ രാഹുൽ ഗാന്ധി പ്രത്യേക താൽപര്യമെടുത്ത് കേന്ദ്ര മന്ത്രിയോട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് 2021-22 കേന്ദ്ര റെയിൽവേ ബജറ്റിലെ പിങ്ക് ബുക്കിൽ ഉൾപ്പെടുത്തി 20,90,00,000 രൂപ അനുവദിച്ചിരുന്നു. സർ, ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു ദിവസം 16 തവണയാണ് സർ അവിടെ റെയിൽവേ ക്രോസ് ഗേറ്റ് അടയ്ക്കുന്നത്. സർ, വളരെ തിരക്കുള്ള ഒരു റോഡാണ് വണ്ടൂർ കാളികാവ് റോഡ്. സർ, 16 തവണ അടയ്ക്കുമ്പോൾ പലപ്പോഴും അരമണിക്കൂറിലധികം പോലും ഗേറ്റ് അടച്ചിരുന്ന സാഹചര്യമുണ്ട്. വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സമുണ്ടാവുകയാണ്. സർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സർ, ഈ അടുത്ത ദിവസമാണ് ഒരു പാവപ്പെട്ട രോഗി വളരെ അത്യാസന്ന നിലയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ആംബുലൻസിൽ വെച്ച് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഗേറ്റ് അടച്ചതാണ് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാത്ത
സാഹചര്യമുണ്ടായത്. സർ, ഈ ഒരു കാര്യം കൊണ്ട് തന്നെ അവിടെ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ജനങ്ങൾ ഇന്ന് സമരത്തിന്റെ പാതയിലാണ്, വളരെ ശക്തമായ സമരത്തിലാണ്. ഏതെല്ലാം രീതിയിൽ ആ സമരം പോകുന്നതെന്ന് ഭയപ്പെടുന്ന രീതിയിലാണ് സാർ ഞാൻ നിൽക്കുന്നത്. ഇന്ന് പണം അനുവദിച്ചിട്ട് പോലും നമുക്കത് തുടങ്ങാൻ കഴിയുന്നില്ല. അത് ഇതുമായി ബന്ധപ്പെട്ട് പ്രസ്തുത പ്രവൃത്തി റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിന് ചുമതലപ്പെടുത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സർ ചുമതലപ്പെടുത്തിയ ഏജൻസി മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് 3 അലൈൻമെന്റ് തയ്യാറാക്കുകയുണ്ടായി. വണ്ടൂരിലെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർത്ത് യോജിച്ച ഒരു അലൈൻമെന്റിന് അംഗീകാരം നൽകുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ട്രാഫിക് സ്റ്റഡിയും അതുപോലെ മണ്ണ് പരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി DPR സമർപ്പിച്ചിരുന്നു സർ. പക്ഷേ ഇന്ന് ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള മേൽപ്പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ 100% തുകയും ഇന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി പ്രസ്തുത DPR ഇന്ന് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിനെ ചുമതലപ്പെടുത്തിയായിട്ടാണ് അറിയുന്നത്. സർ, ഇതുമായി ബന്ധപ്പെട്ട ഏത് ഏജൻസി ആയാലും എത്രയും പെട്ടെന്ന് നിലവിലുള്ള സാഹചര്യം മാറ്റിയെടുക്കുന്നതിന് വേണ്ടി റെയിൽവേ ഓവർ ബ്രിഡ്ജ് അവിടെ ആരംഭിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഗവൺമെന്റിന് ഏതെല്ലാം രീതിയിൽ ഇതിൽ ഇടപെടാൻ കഴിയുമോ ആ രീതിയിൽ ഇടപെട്ട് ഇത് എത്രയും പെട്ടെന്ന് ഇത് തുടങ്ങുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര മന്ത്രി. സാർ, ബഹുമാന്യനായ ശ്രീ AP അനിൽകുമാർ ഇവിടെ ഉന്നയിച്ചിട്ടുള്ള ഈ വിഷയം വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. വാണിയമ്പലം റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ ചുമതല ആദ്യഘട്ടത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള RBDCK ആയിരുന്നു ഏൽപ്പിച്ചിരുന്നത്. എന്നാൽ പിന്നീട് പാലത്തിന്റെ നിർമ്മാണം 100% റെയിൽവേ ഫണ്ട് വിനിയോഗിച്ചുള്ള സ്കീമിൽ ഉൾപ്പെടുത്തിയതായി റെയിൽവേ അറിയിച്ചു. തുടർന്ന് അത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന കേരള റെയിൽവേ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന് നിർമ്മാണ ചുമതല നൽകണമെന്ന് റെയിൽവേ നിർദ്ദേശിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ ചുമതല KRDCL-നെ ഏൽപ്പിച്ചു. ഭൂമി ഏറ്റെടുക്കലിന്റെ ചെലവ് ഉൾപ്പെടെയുള്ള വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയാണ്. മേൽപ്പാലത്തിന്റെ GAD പൂർത്തീകരിച്ച് റെയിൽവേ ബോർഡിന്റെ അംഗീകാരത്തിന് നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും KRDCL അറിയിച്ചിട്ടുണ്ട്. സർ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അതേവിടെ ചൂണ്ടിക്കാട്ടി. പല ലെവൽ ക്രോസിലും ആളുകൾ മണിക്കൂറുകളോളം കാത്തിരിക്കുന്ന സ്ഥിതിയാണ്. LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഇത് വളരെ പ്രാധാന്യത്തോടുകൂടി കാണുകയും കേരളത്തിലെ റോഡുകളിൽ തടസ്സമില്ലാത്ത യാത്ര സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന പദ്ധതിക്ക് രൂപം നൽകുകയും ചെയ്തു. 99 റെയിൽവേ ഓവർബ്രിഡ്ജുകൾ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുവാനാണ് തീരുമാനിച്ചത്. സർ, 23 കേന്ദ്ര സർക്കാരിന്റെ കൂടി പങ്കാളിത്തത്തോടെ നടപ്പിലാക്കാനും തീരുമാനിച്ചു. അതിൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ 9 റെയിൽവേ ഓവർബ്രിഡ്ജുകൾ പൂർത്തിയാക്കി. കാഞ്ഞങ്ങാട്, കൊടുവള്ളി, ഫറോക്ക്, തിരൂർ, ഗുരുവായൂർ, ചിറങ്ങര, മുളന്തുരുത്തി, കാരിത്താസ്, മാളിയേക്കൽ എന്നീ മേൽപ്പാലങ്ങളാണ് പൂർത്തീകരിച്ചത്. ഇത് കേരളം ഉണ്ടായതിനു ശേഷമുള്ള സർവകാല റെക്കോർഡാണ് എന്ന് ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും കൂടുതൽ മേൽപ്പാലങ്ങൾ ഒരു സർക്കാരിന്റെ കാലത്ത് സാധ്യമാക്കുന്ന ഒരു ചരിത്രം നമുക്ക് സൃഷ്ടിക്കാനായി. നിലവിൽ 7 റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ പ്രവൃത്തി നടക്കുകയാണ് സർ. അതോടൊപ്പം 8 റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ പ്രവൃത്തി ഈ വർഷം ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ കൂടി നടന്നു വരുന്നുണ്ട് സർ. ആളുകൾ മണിക്കൂറുകളോളം ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ കാത്തു നിൽക്കുന്ന ഈ പ്രശ്നം വളരെ ഗൗരവത്തിലാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. ഈ വിഷയത്തിലും ബന്ധപ്പെട്ടവരെ സമീപിച്ച് വേഗത്തിലാക്കാനുള്ള ഇടപെടൽ നടത്താം. ഇതിലെ ഒരു പരിമിതിയുള്ളത് ഇത് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് ഈ വർക്ക് നടക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ അത് ഇടപെടാൻ സാധ്യമാകുന്ന നിലയിൽ കൂട്ടായി തന്നെ ഇടപെടാം എന്ന് സഭ അറിയിക്കുക. CBSE സ്കൂളുകളുടെ ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായുള്ള മഞ്ചേരി മേഖലാ മത്സരങ്ങൾ, വ്യക്തിഗത ഇന മത്സരങ്ങൾ ശനിയാഴ്ച മമ്പാട് ടാണയിലെ സ്പ്രിങ്സ് ഇന്റർനാഷണൽ സ്കൂളിൽ നടക്കും. സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചത്. മലപ്പുറം സെൻട്രൽ സഹോദരിയും CBSE സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷനും സംയുക്തമായി നടത്തുന്ന 8ാമത് CBSE മലപ്പുറം ജില്ലാ കലോത്സവം ഈ മാസം സെപ്റ്റംബർ മാസം 26, 27 തീയതികൾ പെരിന്തൽമണ്ണ ISS സീനിയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. ആയതിൻ്റെ ഭാഗമായിട്ടുള്ള IT ഫെസ്റ്റ് കഴിഞ്ഞ 16-ാം തീയതി മഞ്ചേരി നോബൽ സ്കൂളിൽ വെച്ച് നടന്നു. ആയതിൻ്റെ രചനാതര മത്സരങ്ങൾ ജില്ലയിലെ 2 മേഖലകളായിട്ട് മഞ്ചേരി എയ്സ് പബ്ലിക് സ്കൂളിലും വലിയപറമ്പ് മലബാർ സെൻട്രൽ സ്കൂളിലും വെച്ച് നടന്നു. ഇനി അതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റേജ് മത്സരങ്ങളിലേക്ക് കിടക്കുകയാണ്.
സ്റ്റേജ് ഇനങ്ങൾ ഈ വർഷം നമ്മൾ 2 മേഖലകളിലായിട്ടാണ് നടത്തുന്നത്. ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായുള്ള ഡിജിറ്റൽ IT ആർട്സ് ഫെസ്റ്റ് 16-ന് മഞ്ചേരി നോബിൾ പബ്ലിക് സ്കൂളിൽ നടന്നിരുന്നു. സ്റ്റേജ് ഇതര കലാമത്സരങ്ങൾ സെപ്റ്റംബർ 18, 20 തീയതികളിലായി മേഖലാ തലങ്ങളിൽ യഥാക്രമം സ്പ്രിങ്സ് സ്കൂൾ ടാണ, എയ്സ് പബ്ലിക് സ്കൂൾ മഞ്ചേരി, ക്യാമ്പ് ആൻഡ് M സ്കൂൾ എടപ്പാൾ, മലബാർ സെൻട്രൽ സ്കൂൾ വലിയ പറമ്പ് എന്നിവിടങ്ങളിൽ നടന്നുവരികയാണ്. സ്പ്രിങ്സ് സ്കൂളിൽ മഞ്ചേരി മേഖലയിലെ 55 സ്കൂളുകളിൽ നിന്നായി 2500ഓളം കലാപ്രതിഭകൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. 58 ഇനങ്ങളിൽ 4 കാറ്റഗറികളിലായി 17 വേദികളിലായാണ് മത്സരങ്ങൾ നടത്തുന്നത്. സർഗധാരയുടെ ഉദ്ഘാടനം സ്പ്രിങ്സ് സ്കൂൾ ചെയർമാൻ ഡോക്ടർ സിയാദ് നിർവഹിക്കും. സർഗധാരയിലെ ആദ്യ സ്ഥാനം കരസ്ഥമാക്കുന്നവർക്ക് നവംബറിൽ നടക്കുന്ന CBSE സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാം. സ്റ്റേജ് മത്സരങ്ങൾ 26, 27 തീയതികളിൽ പെരിന്തൽമണ്ണ ISS സീനിയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. ജില്ലയിലെ CBSE അംഗീകാരമുള്ള 85 സ്കൂളുകളിൽ നിന്നായി 6000ഓളം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിലെ 162 ഇനങ്ങളിൽ മത്സരത്തിനെത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ CC അനീഷ് കുമാർ, K റഫീഖ മുഹമ്മദ്, ഷിജു വർക്കി, K ചിത്രകല, K ഷഹ്ല ബീഗം, KT മൻസൂർ, ശ്രീരാജ് നടുവത്ത്, N പാത്തുമ്മക്കുട്ടി എന്നിവർ പങ്കെടുത്തു. വിശ്വകർമ്മ വികസന സമിതി വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ ജയന്തി ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വണ്ടൂർ അങ്ങാടിയിൽ നടത്തിയ ഘോഷയാത്രയും സാംസ്കാരിക സമ്മേളനവും പഞ്ചായത്ത് പ്രസിഡന്റ് VM സീന ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷമായ നിമിഷമാണില്ലേ? എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്ന വിശ്വകർമ്മ ജയന്തി എല്ലാ വർഷവും നടത്താറുള്ളത് പറയുകയാണ്. എല്ലാവരും ഉണ്ട്. കുറെ ആശാരി അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. എല്ലാവരും ഞാനൊന്നും അത് കേട്ടിട്ടില്ല ഇതിനെപ്പറ്റി. വിശ്വകർമ്മ വികസന സമിതി വണ്ടൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷാജി എല്ലംബ്ര അധ്യക്ഷത വഹിച്ചു. K രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. വിശ്വകർമ്മ വികസന സമിതി ജില്ലാ ഭാരവാഹികളായ I സത്യനാഥൻ, V പരമേശ്വരൻ, KC ചന്ദ്രൻ, EK പ്രസാദ് എന്നിവർ ആശംസകൾ നേർന്നു. പ്രോഗ്രാം കൺവീനർ രാജു കുന്നുമ്മൽ സ്വാഗതവും സെക്രട്ടറി ശശി വെള്ളാമ്പ്രം നന്ദിയും പറഞ്ഞു. ഇടവേളയാണ്. വാർത്തകളിലേക്ക് വേഗം തിരിച്ചുവരാം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ശോഭികയിൽ പൊന്നോണം. ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടിലൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിങ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലൊടുങ്ങാത്ത ശേഖരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. വരൂ, ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ. ശോഭിക വെഡ്ഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ. ഇരുചക്ര വാഹനം വാങ്ങാൻ ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി എടക്കര ബ്രദേഴ്സ് TVS നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെറും 4999 രൂപ മാത്രം. ആദ്യ തവണയിൽ TVS ഇനി സ്വന്തമാക്കാം. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും. ഓണത്തിന് TVS വാഹനം വാങ്ങിക്കുന്നവർക്ക് 6000 രൂപയുടെ അക്സസറീസ് തികച്ചും സൗജന്യം. കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സ്മാർട്ട് TV, കിച്ചൺ വെയർ, ഹെൽമറ്റ് എന്നിവയും സ്വന്തമാക്കാം. ഫൈനാൻസ് ലഭിക്കാൻ സിബിൽ സ്കോർ ഇനി തടസ്സമേ അല്ല. പലിശരഹിത വായ്പ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഇനി ചിന്തിച്ചു നിൽക്കേണ്ട. ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് TVS ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ. ബ്രദേഴ്സ് TVS, പാലുണ്ട, എടക്കര. മൊബൈൽ 9117111171. അഴകിൻ റാണി നീ മഹാറാണി മഹാറാണി. കനവിൻ റാണി എന്നും മഹാറാണി മഹാറാണി.
നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ്, നിലമ്പൂർ, എടക്കര, ബഹ്റൈൻ. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. UK ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ. 8ഓളം ബ്രാഞ്ചുകളുമായി UK ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു. മഞ്ചേരി, എടക്കര, പൂക്കോട്ടുംപാടം, നിലമ്പൂർ, ചന്തക്കുന്ന്, വണ്ടൂർ, പാണ്ടിക്കാട്, മലപ്പുറം. ഭാഗ്യധാര, സ്ത്രീശക്തി, ധനലക്ഷ്മി, കാരുണ്യ പ്ലസ്, സുവർണ കേരളം, കാരുണ്യ, സമൃദ്ധി. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിവിധ ഇനം തെങ്ങിൻ തൈകൾ, 10 ഇനം പ്ലാവിൻ തൈകൾ, 60 ഇനം മാവിൻ തൈകൾ, 10 ഇനം റംബൂട്ടാൻ, 14 ഇനം പേരകൾ, 10 ഇനം ചാമ്പകൾ, എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ. മോഹിത് നഗർ, ഇന്റർമംഗള, കാസർഗോഡൻ കമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ. സിമന്റ്, മണ്ണ്, പ്ലാസ്റ്റിക്, സെറാമിക്, ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം. ജൈവവളങ്ങൾ, ജൈവ കീടനാശിനി, ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ 100% ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. PSC അംഗീകൃത കോഴ്സുകളായ GNM, BSc MLT, DPharm, OT and AT, ANM, DMLT, ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൗൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ്. എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം. ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ്. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. ഫോൺ 8907638290. പ്രിയപ്രേക്ഷകരെ, വാർത്തകൾ തുടരുന്നു. പൂക്കോട്ടുംപാടം 5ാം മൈലിൽ യമാനിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ സഹപാഠിക്കായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം നടത്തി. മുസ്തഫ പൂക്കോയ തങ്ങൾ പാണ്ടിക്കാട് സ്നേഹവീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ചു. യമാനിക് ഇസ്ലാമിക് സെന്റർ സെക്രട്ടറി P. കുഞ്ഞാപ്പു മുഖ്യപ്രഭാഷണം നടത്തി. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ അഷറഫ് മുണ്ടശ്ശേരി അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സംഭാവന, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ ഫുഡ് ഫെസ്റ്റ് നടത്തിയുമാണ് ഭവന നിർമ്മാണത്തിനുള്ള ധനസമാഹരണം നടത്തിയത്.
സ്കൂൾ പാർലമെന്റ് യൂണിയൻ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, നല്ല പാഠം, ബാലജനസഖ്യം എന്നിവയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത്. നിർമ്മാണ പ്രവർത്തികൾക്ക് മേൽനോട്ടം വഹിച്ച CT മൊയ്തീനെ ചടങ്ങിൽ ആദരിച്ചു. മുബാറക്ക് ഭഖഫി, ഷംസാദ് ഫൈസി, മുഹമ്മദ് മുസ്തഫ ഫൈസി, സുബൈർ കൂറ്റമ്പാറ, അമാനുള്ള ദാരിമി, വിദ്യാർത്ഥി പ്രതിനിധി നൗബ ഷെരീഫ് എന്നിവർ സംസാരിച്ചു. C. നാണി ഹാജി, EK ചെറിയോൻ, VK ഷുക്കൂർ, KK മുഹമ്മദ് മാസ്റ്റർ, അഫ്സൽ മുണ്ടശ്ശേരി, ജാസിർ, A. നസീമ, K. റംല, ആദം, ജുബീന, NM നിയാസ് എന്നിവർ സംബന്ധിച്ചു. യമാനിയ സ്കൂൾ പ്രിൻസിപ്പൽ CC അനീഷ് കുമാർ സ്വാഗതവും ഹൈദ്രോസ് ദാരിമി നന്ദിയും പറഞ്ഞു. ഇനി പത്ര ഏജന്റുമാരുടെ ഒരു പ്രതിഷേധത്തിൻ്റെ വാർത്തയാണ്. നിരന്തരം പത്ര ഏജന്റുമാരുടെ സംഘടനാ വാർത്തകൾ ബഹിഷ്കരിക്കുന്ന ദിനപത്രത്തിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ച് നിലമ്പൂരിൽ പത്ര ഏജന്റുമാർ പ്രതിഷേധം നടത്തി. നിലമ്പൂരിൽ നടന്ന പ്രതിഷേധ ധർണ ജില്ലാ പ്രസിഡന്റ് രജി നിലമ്പൂർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. മോഹനൻ കരുളായി സ്വാഗതം പറഞ്ഞു. ഷംസുദ്ദീൻ മമ്പാട്, മത്തായി എടക്കര, സുനിൽ പൂക്കോട്ടുംപാടം എന്നിവർ നേതൃത്വം നൽകി. അവകാശ സംരക്ഷണങ്ങളുടെ ഭാഗമായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. പത്രേജന്റുമാരുടെ സംഘടനാ വാർത്തകൾ പൂഴ്ത്തിവെക്കുന്ന മാനേജ്മെന്റിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് ഏരിയ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി വണ്ടൂരിലും ന്യൂസ് പേപ്പർ ഏജന്റ്സ് അസോസിയേഷൻ വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്രം കത്തിച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധ പ്രകടനം ജില്ലാ സെക്രട്ടറി ഇസാഖ് പോരൂർ ഉദ്ഘാടനം ചെയ്തു. പത്രേജന്റുമാരുടെ യൂണിയൻ വന്നത് കമ്പനിയെ പൊളിക്കാനല്ല, ഏറ്റുമുട്ടി ജയിക്കാനല്ല, കർഷക പേരും ഏജന്റുമാരുടെ ന്യായമായ തൊഴിലവകാശം ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് തെരുവ് നായ ശല്യം. ഈ തെരുവ് നായകളെ പിടിച്ചു കെട്ടിയില്ലെങ്കിൽ നാം എങ്ങനെ മുന്നോട്ട് പോകും? രാവിലെ പത്രമിടുന്ന ഏജന്റുമാർ മാത്രമല്ല, മദ്രസയിൽ പോകുന്ന കുട്ടികൾ, രാവിലെ നടക്കാൻ പോകുന്നവർ, അങ്ങനെ രാവിലെ ജോലിക്ക് പോകുന്നവർ, ഒരുപാട് ആളുകൾക്ക് ഈ തെരുവ് നായയുടെ ശല്യം ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഇതിനെതിരായി എന്തു പറഞ്ഞാലും ഒരു പ്രതികരണവുമില്ലാത്ത സ്ഥിതിയാണ് ഇന്നിപ്പോൾ. ഇതിനെതിരെ പ്രതിഷേധിക്കുവാൻ നേരത്തെ സെക്രട്ടറി പറഞ്ഞ പോലെ ഇതിനെതിരെ പ്രതിഷേധിക്കുവാൻ കഴിഞ്ഞ 16-ാം തീയതി മിനിയാന്ന് മലപ്പുറം കലക്ട്രേറ്റിൽ ഏരിയ പ്രസിഡന്റ് N. സാഹിർ അധ്യക്ഷത വഹിച്ചു. റഷീദ് ഉതിരമ്പൊയിൽ, വിജയൻ പുതിയത്ത്, അമീൻ നാലകത്ത്, സാക്കിർ പാലക്കോട്, ഉസ്മാൻ ഷൗക്കത്ത് പൂങ്ങോട്, മുജീബ് മഞ്ഞപ്പെട്ടി, രാമൻ കൊട്ടക്കുന്ന്, ബാബു വാണിയമ്പലം തുടങ്ങിയവർ സംബന്ധിച്ചു. വണ്ടൂർ യത്തീംഖാന സ്കൂളിൽ കായികമേള നടന്നു. കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ടും രക്ഷിതാക്കളുടെ സഹകരണം കൊണ്ടും കായികമേള ഏറെ ശ്രദ്ധേയമായിരുന്നു. ഈ വർഷത്തെ വണ്ടൂർ യത്തീംഖാന LP സ്കൂളിൻ്റെ സ്പോർട്സ് മീറ്റാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ കുട്ടികളും, സ്കൂളിലെ എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ സ്പോർട്സിന് ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് റെഡ് ഹൗസ്, ബ്ലൂ ഹൗസ്, ഗ്രീൻ ഹൗസ് എന്ന രൂപത്തിൽ കുട്ടികളെ ഗ്രൂപ്പായി തിരിച്ചിട്ടാണ് ഞങ്ങൾ ഈ സ്പോർട്സ് ഡേ നടത്തുന്നത്. കായികമേളയുടെ ഭാഗമായി വിവിധ കായിക മത്സരങ്ങൾ നടന്നു. PTA പ്രസിഡന്റ് KT ഷമീർ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ C. മുഹമ്മദ് ഷഫീഖ്, SRG കൺവീനർ K. മുഹമ്മദ് ഷെരീഫ് എന്നിവർ സംസാരിച്ചു. സ്പോർട്സ് കൺവീനർ TK ഹബീബ് റഹ്മാൻ, ആഷിഖ് മുസ്ലിയാരകത്ത്, TP ഇജാസ്, K. ഹഫ്സത്ത്, EK റംലത്ത് എന്നിവർ നേതൃത്വം നൽകി. സ്കൂളിൻ്റെ 50-ാം വാർഷികം കൂടി ആഘോഷിക്കുന്ന സമയത്ത് ഗ്രൗണ്ട് പുനരുദ്ധാരണം നടത്തിയാണ് കായികമേള നടത്തിയത്. വിഭവസമൃദ്ധമായ ഭക്ഷണവും ചോക്ലേറ്റ് ഡ്രിങ്ക്സും പരിപാടിയെ മികവുറ്റതാക്കി. മുണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ 2 ദിവസങ്ങളിലായി നടന്ന സ്കൂൾ കായികമേളയ്ക്ക് സമാപനമായി. ഫാത്തിമയിൽ നിന്ന് നമ്മുടെ സബ് ജില്ലാ ചാമ്പ്യനായിട്ടുള്ള രാഹുലിലേക്ക് കൈമാറുകയാണ് വികസിക. കായികമേളയുടെ ഉദ്ഘാടനം PTA പ്രസിഡന്റ് സൈദലവി വരിക്കോടൻ നിർവഹിച്ചു. PTA SMC ഭാരവാഹികളായ ഷമീർ മണ്ണേത്ത്, ബാബു മധുരക്കറിയൻ, സമീർ വെണ്ണേക്കോടൻ എന്നിവർ പ്രസംഗിച്ചു.
പ്രധാനാധ്യാപകൻ കെ അബ്ദുൾ അസീസ് സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് MA അനുപേഷ് നന്ദിയും പറഞ്ഞു. കായികമേളയ്ക്ക് അധ്യാപകരായ KS രാഗേഷ്, PS രാജേഷ്, രാധാമണി, ബിന്ദു ജോൺ, ഷമീർ, ദേവി, അഞ്ജു, സാജിദ, വിദ്യ, റംസീന, ജിഷ, തസ്നി, മുനീബ, സമീറ, ആര്യ, P വിപിൻ, ഷമീമ, ജിഷ്ണു, നാജിയ എന്നിവർ നേതൃത്വം നൽകി. വണ്ടൂർ പുളിക്കൽ അംഗൻവാടിയിലെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുന്നതിനായി പാത്രങ്ങൾ നൽകി റിട്ടയർഡ് അധ്യാപകന്റെ കൈത്താങ്ങ്. VMC സ്കൂൾ റിട്ടയർഡ് അധ്യാപകനും മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറിയുമായ E കൃഷ്ണകുമാറാണ് പാത്രങ്ങൾ സൗജന്യമായി നൽകിയത്. ALMSC ചെയർമാനും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ മൻസൂർ കാപ്പിൽ ഏറ്റുവാങ്ങി. ചടങ്ങിൽ ALMSC അംഗങ്ങളായ ഷെരീഫ് തുറക്കൽ, റഹീസ് പുത്തുറ, ഹെൽപ്പർ P റൈഹാന എന്നിവർ സംബന്ധിച്ചു. എൻ്റെ വക ഓണസമ്മാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് അംഗനവാടിക്ക് സമർപ്പിച്ചിട്ടുള്ളത്. ഓണം കഴിഞ്ഞിട്ടാണ് ഞങ്ങളിന്നിവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അംഗനവാടിൻ്റെ ALMSC ചെയർമാൻ, വാർഡ് മെമ്പർ എന്ന നിലക്കും അതുപോലെ തന്നെ അംഗനവാടി ALMSCൻ്റെ കൺവീനറായിട്ടുള്ള ഹൽമീറും അതുപോലെ തന്നെ വർക്കറുമായിട്ടുള്ള റയ്യാനത്ത് ടീച്ചർ, അതുപോലെ തന്നെ ALMSC അംഗങ്ങളായിട്ടുള്ള ഷെരീഫ് മാഷ്, റയീസ് പത്തുതറ ഉൾപ്പെടെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ ഒരു സ്നേഹോപകാരം സ്വീകരിച്ചിട്ടുള്ളത്. അംഗനവാടി കമ്മിറ്റിയുടെ പേരിലും ALMSC കമ്മിറ്റിയുടെ പേരിലും അതിൻ്റെ നന്ദിയും കടപ്പാടും ശ്രീ കൃഷ്ണകുമാർ മാഷോട് ഞങ്ങൾ അറിയിക്കുകയാണ്. നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിൽ മഹാകാര്യസാധ്യ പുഷ്പാഞ്ജലി നടത്തി. ക്ഷേത്രം തന്ത്രി പന്തലക്കോട്ട് സജി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജാകർമ്മങ്ങൾ നടന്നത്. 1700-ലധികം ഭക്തർ കാര്യസാധ്യ പുഷ്പാഞ്ജലി വഴിപാടായി നടത്തി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്തരാണ് പൂജയിൽ പങ്കെടുത്തത്. പ്രസാദമായി ഭക്തർക്ക് പായസവും നൽകി. പ്രസാദ ഊട്ടും നടന്നു. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് P രാമസ്വാമി, സെക്രട്ടറി MK ബാലകൃഷ്ണൻ, ഭരണസമിതി അംഗങ്ങളായ K കുശലൻ, M ശിവരാജ്, ജയരാജൻ, ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണൻ എംബ്രാന്തിരി, കഴകം കൃഷ്ണകുമാർ വാര്യർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇതോടുകൂടി വാർത്തകൾ പൂർത്തിയാവുകയാണ്. അതിനു മുൻപ് ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച കാണാം. ഒരു മല്ലികത്തോട്ടം കണ്ടപ്പോൾ തൊഴിലുറപ്പുകാർക്ക് ഫോട്ടോ എടുക്കുവാൻ ഒരാഗ്രഹം. തൊഴിലുറപ്പിനെത്തിയ ജോലിക്കാർക്കാണ് മനോഹരമായ ഒരു മല്ലികത്തോട്ടം ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി ഒരുങ്ങി നിന്നപ്പോൾ ആ മല്ലികത്തോട്ടത്തിലൂടെ ഒന്ന് സഞ്ചരിക്കുവാനും ആ കാഴ്ചകളൊക്കെ കാണാനും ഒരാഗ്രഹമുണ്ടായത്. വണ്ടൂർ പഞ്ചായത്തിലെ കാപ്പിലാണ് ഈ മല്ലികത്തോട്ടമുള്ളത്. തൊഴിലുറപ്പിൻ്റെ ഒരു ഉച്ചഭക്ഷണ ഇടവേളയിലാണ് ഇവർക്കിങ്ങനെ ഈ മല്ലികപ്പാടത്തിൽ ഫോട്ടോ എടുക്കുവാൻ ഒരു അവസരം ഒരുങ്ങിയത്. എറണാകുളം സ്വദേശി ആണ് ഇതിൻ്റെ ഉടമ. അവർ ഒരു മല്ലിക കൃഷി താല്പര്യപൂർവ്വം ചെയ്തതാണ്. വിദേശത്തേക്കൊക്കെ കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ കൂടിയായിരുന്നു ഇങ്ങനെയൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ മല്ലിക കൃഷി തുടങ്ങിയത്. എന്തായാലും ആ മല്ലികകൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് കാണാൻ തന്നെ മനോഹരമായൊരു കാഴ്ചയാണ്. അതുവഴി പോകുന്ന ആരും അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാതെ മടങ്ങില്ല. കാലാവസ്ഥ വ്യതിയാനവും മണ്ണിൻ്റെ ഘടനയും ഒക്കെ നോക്കിയാണ് മല്ലിക കൃഷി പൊതുവെ ചെയ്യാറുള്ളത്. നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ വലിയ തോതിൽ ഈ കൃഷിയില്ല. എന്നിരുന്നാലും ജൈവവളം ഉപയോഗിച്ചുകൊണ്ടാണ് ഉടമയായ സീന പള്ളിയാൾ ഈ ഒരു കൃഷി ചെയ്തത്. താരതമ്യേന നല്ല വിളവ് തന്നെ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. എന്തായാലും കാപ്പിലെ ഈ മല്ലികപ്പാടം ഒരു മനോഹരമായ കാഴ്ചയാണ്. എന്തായാലും മനോഹരമായ നയനാനന്ദകരമായ ഒരു കാഴ്ചയാണ് ഈ ഒരു മല്ലികപ്പൂക്കൾ നമുക്ക് നൽകുന്നത്. നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവിധ ആവശ്യങ്ങൾ. മുണ്ടേരിയിൽ ഫാം തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. INTUCയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി വണ്ടൂരിൽ CITU റാലി നടത്തി.
ജൈവവള വിതരണത്തിലെ അഴിമതി ആരോപണം. അമരമ്പലം പഞ്ചായത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഭരണസമിതിയും CPM-ഉം രംഗത്ത്. നിലമ്പൂർ, വണ്ടൂർ മണ്ഡലങ്ങളിലെ വികസന വിഷയങ്ങൾ നിയമസഭയിൽ ചർച്ചയായി. നാടുകാണി പരപ്പനങ്ങാടി പാത നവീകരണം മുടങ്ങിയ വിഷയം ഉയർത്തി ആര്യാടൻ ഷൗക്കത്ത് MLA. വാണിയമ്പലത്തെ റെയിൽവേ മേൽപ്പാല ആവശ്യമുയർത്തി AP അനിൽകുമാർ MLA. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ശോഭികയിൽ പൊന്നോണം. ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടിലൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിംഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ശോഭിക വെഡ്ഡിംഗ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ്. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931248535 9447338503. എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് TVS ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ. ബ്രദേഴ്സ് TVS, പാലുണ്ട, എടക്കര.